നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് 6-ാം വാക്യം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 6-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് യോഹന്നാൻ പറയുന്നത്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ എന്താണ് ജലത്താലും രക്തത്താലും വന്നവനാണ് ക്രിസ്തു എന്ന് പറയുന്നതിനുള്ള കാരണം? അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ജലത്താൽ മാത്രമല്ല, രക്തത്താലും. യോഹന്നാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ശരിക്കും ചില ദുരുപദേശങ്ങളെ നേരിടാൻ വേണ്ടിയാണ്. ആ ദുരുപദേശങ്ങളിൽ ഒന്ന് യേശുക്രിസ്തു ജഡത്തിൽ വന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താണ് രക്തത്താലും ജലത്താലും വന്നു എന്ന ഈ വാക്യം, 6-ാം വാക്യം? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അപ്പോൾ ഈ ഒരു വാക്യം ശരിക്കും പല ദുരുപദേശങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള യോഹന്നാന്റെ പരിശ്രമമാണ്. അന്നും സഭയിൽ പലതരത്തിലുള്ള ദുരുപദേശങ്ങൾ വന്നിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ദുരുപദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്നില്ല എന്നുള്ളതായിരുന്നു. ഡോസറ്റിസിസം എന്നൊക്കെ പറയുന്ന ഒരു ദുരുപദേശം. അതായത് ക്രിസ്തു ഇങ്ങനെ വന്നതായി കാണപ്പെട്ടതേ ഉള്ളൂ, ശരിക്കും ഫ്ലഷിൽ വന്നില്ല എന്ന് പറയുന്ന ഒരു ദുരുപദേശമായിരുന്നു. അതുകൊണ്ട് വെള്ളവും രക്തവും എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അവിടെ രക്തവും വെള്ളവും ഒഴുകിയെന്നാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു രക്തത്താലും വെള്ളത്താലും വന്നവനെന്ന് പറയുമ്പോൾ ഹി വാസ് എ പെർഫെക്റ്റ് മാൻ, ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് ഉള്ള ഒരു പ്രസ്താവന കൂടിയാണ് യോഹന്നാൻ അവിടെ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ മനുഷ്യത്വത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വെള്ളത്താലും രക്തത്താലും വന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഈ വെള്ളം രക്തം എന്നീ രണ്ട് സംജ്ഞകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ ഈ വെള്ളത്തിനും രക്തത്തിനും വേറൊരു സിഗ്നിഫിക്കൻസ് കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായി നമ്മുടെ അടുത്തേക്ക് വരുന്നത് വെള്ളത്താലും രക്തത്താലുമാണ് എന്ന് പറഞ്ഞാൽ, അവൻ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഏൽക്കുന്ന സ്നാനവും നിങ്ങളെ കൊണ്ട് ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കുന്നു. ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ചോദ്യം. 2 ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും എന്റെ സ്നാനം ഏൽക്കുവാനും കഴിയുമോ? അപ്പോൾ എന്താണ് രക്തവും വെള്ളവും? വെള്ളവും രക്തവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടും നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംഭവിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ 33 വയസ്സിനുള്ളിൽ നമുക്ക് വേണ്ടി സംഭവിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കർത്താവിന്റെ സ്നാനവും മറ്റൊന്ന് അവന്റെ രക്തച്ചൊരിച്ചിലുമാണ്, രക്തം കൊണ്ടുള്ള യാഗവുമാണ്. കർത്താവ് നമുക്ക് രക്ഷകനായി വരുന്നത് ഈ 2 കാര്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹി കെയിം ബൈ വാട്ടർ ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള വ്യാഖ്യാനം ഇതാണ്. യേശുക്രിസ്തു സ്നാനപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടായിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മാതൃക കാണിച്ചു തരാനാണ് എന്നാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സ്നാനമേൽക്കാൻ എൻ്റെ അടുത്ത് നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാനോട് കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ ഇവർക്കെല്ലാം ഒരു മാതൃക കാണിക്കാൻ പോകുന്നതല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ എന്നാണ്. അപ്പൊ യേശുക്രിസ്തു സ്നാനമേൽക്കാൻ പോകുമ്പോൾ അവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവൻ നീതി നിവർത്തിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതമല്ലോ. അപ്പോൾ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം.
ഇപ്പൊ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വന്നിട്ട് പറയാണ്, നീതിയെ നിവർത്തിക്കാൻ ഞാൻ നിന്റെ കീഴിൽ സ്നാനപ്പെടാൻ പോവുകയാണ്. ടു ഫുൾഫിൽ ഓൾ റൈച്ചസ്നെസ്, ടു ഫുൾഫിൽ ദ ലോ. അപ്പോൾ ശരിക്കും എന്താണ് ആ സ്നാനത്തിന്റെ പ്രസക്തി? നമുക്കറിയാം, സ്നാനപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേരുകയാണെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ അവൻ ചെയ്തത് ഈ പാപികളായ നമ്മളോട് ചേരുകയായിരുന്നു. പാപികൾ ചെന്ന് മാനസാന്തര സ്നാനത്തിന് ക്യൂ നിൽക്കുന്നിടത്ത് യേശുക്രിസ്തു ഈ മാനസാന്തര സ്നാനത്തിന് ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ കൂടി അവരുടെ കൂടെ പോയി നിന്ന്, പാപം ചെയ്യാത്തവൻ പാപമില്ലാത്തവൻ നമ്മോട് ചേരുവാൻ വേണ്ടി, നീതി നിവർത്തിക്കാൻ വേണ്ടി. ഈ പാപികൾ എന്താ ചെയ്യുന്നത്? പാപികൾ ചെയ്യുന്നതും നീതിമാന്മാരാകാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ മാനസാന്തരപ്പെടാൻ വേണ്ടി ഇവർ ചെല്ലുന്നത് നീതി നിവർത്തിക്കാൻ വേണ്ടി. പക്ഷെ നമുക്കറിയാം, ഈ ഓടി വരുന്ന പാപികൾക്കൊന്നും ശരിക്കും മാനസാന്തരപ്പെട്ട് നീതി നിവർത്തിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു? ആ മാനസാന്തരപ്പെടുന്ന ആളുകളുടെ കൂടെ കൂടി നമ്മളിൽ ഒരാളായി, അവരിൽ ഒരാളായി സ്നാനമേൽക്കുന്നു. സ്നാനമേൽക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മളിൽ ഒരാളായി മാറുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ആദ്യത്തെ 30 വർഷം 29 വർഷക്കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം വയസ്സിൽ യേശുവിനെ ഒന്ന് കാണുന്നതല്ലാതെ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലോ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലോ കർത്താവ് എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ തെളിവുകളും വേദപുസ്തകം പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുക ആരെ സംബന്ധിച്ചും അസാധ്യമാണ് എന്നുള്ളതാണ്. അതായത് പാപികളായ മാതാപിതാക്കൾ, പാപം നിറഞ്ഞ അന്തരീക്ഷം, ചുറ്റുമുള്ളവരെല്ലാം സാധാരണ മനുഷ്യർ, മാതാപിതാക്കൾക്ക് അനുസരണയുള്ള മകനായി കർത്താവ് ജനിക്കുന്നു, വളരുന്നു. അപ്പോൾ ആ സമയത്ത് മാതാപിതാക്കൾ അനുസരിച്ചേ പറ്റുള്ളൂ, പാപം ഉണ്ടാകാൻ പാടില്ല, പാപം ഇല്ല. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അപ്പൊ യേശുക്രിസ്തു എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തത്? എങ്ങനെയാണ് ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ചത്, അതേസമയത്ത് പാപം ചെയ്യാതിരുന്നത്? അതുപോലെ കർത്താവ് വിശന്നപ്പോൾ കരഞ്ഞോ, പരാതി പറഞ്ഞോ, വിഷമിച്ചോ? ഇതൊന്നും നമുക്കറിയത്തില്ല, ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അവിടെ തികച്ചും സൈലൻസ് ആണ് വേദപുസ്തകം. ഒന്നും പറയാൻ, നമ്മോട് വെളിപ്പെടുത്താൻ വചനം ആഗ്രഹിച്ചില്ല. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തു സ്നാനപ്പെട്ട ശേഷം അവന് നമ്മോട് മറച്ചു വെക്കാൻ ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ശരിക്കും ക്രിസ്തുവിന്റെ ജീവിതത്തിനകത്ത് രഹസ്യങ്ങളില്ല. പ്രൈവസി ഉണ്ട്, പക്ഷെ രഹസ്യങ്ങളില്ല. ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. രഹസ്യങ്ങളില്ല, പക്ഷെ പ്രൈവസി വേണം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ റൂമിന്റെ പ്രൈവസി ഉണ്ട്, പക്ഷെ നമുക്ക് രഹസ്യങ്ങളില്ല. യേശു സ്നാനപ്പെട്ട ശേഷം അവന് രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൃത്യമായി കൂടെ നടന്നവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ അവന്റെ മേൽ ആത്മാവ് ഇറങ്ങി, അവൻ ആത്മശക്തി പ്രാപിച്ചു. ഇതും വലിയൊരു പ്രോബ്ലമാണ്. യേശുവിന് നേരത്തെ ആത്മാവില്ലായിരുന്നു. അവൻ ആത്മാവിനാൽ ഉരുവായവനാണല്ലോ. അപ്പോൾ അവൻ ആത്മാവില്ലായിരുന്നു പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവൻ സ്നാനപ്പെട്ടപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയാനുള്ള കാരണം? സ്നാനപ്പെട്ടപ്പോൾ അവൻ നമ്മോട് കൂടെ ചേർന്നതുകൊണ്ട്, നമ്മളിൽ ഒരാളായി മാറിയതുകൊണ്ട്, നമുക്ക് എങ്ങനെയാണോ ആത്മാവ് വരുന്നത്, നമ്മൾ എങ്ങനെയാണോ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണോ പാപത്തിന് എതിരെ യുദ്ധം ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണോ പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത്, അങ്ങനെ ഒരു യുദ്ധം കർത്താവ് ഏറ്റെടുക്കുന്നത് ഈ സ്നാനത്തിന്റെ സമയത്താണ്. അതിനുശേഷം കർത്താവ് സ്നാനപ്പെട്ട് കയറുന്ന ഉടനെ അവന്റെ മേലിൽ ഒരു മനുഷ്യന്റെ മേൽ വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് വസിക്കുകയും അവൻ ആത്മപൂർണനായി പിശാചിനോടുള്ള യുദ്ധം, നീതിയെ നിവർത്തിക്കാനുള്ള കർത്താവിന്റെ രക്ഷാകര പദ്ധതിയെ തുടങ്ങി വെക്കുകയും ചെയ്തു. ശരിക്കും ആ വെള്ളത്താൽ അവൻ വന്നു എന്ന് പറയുന്നതിനർത്ഥം അവന്റെ താഴ്ച, അതായത് അതിന് കെനോസിസ് എന്ന് പറയും. ഉയരത്തിൽ സർവ്വമഹിമയോടും കൂടെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന പുത്രൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആ കെനോസിസ് എക്സ്പീരിയൻസ്, അതായത് എംപ്റ്റിയിങ്, ശൂന്യമാക്കൽ. അവൻ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു. അപ്പോഴും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. വളർന്നു. സ്നാനപ്പെട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഏറ്റവും താഴെയുള്ള പാപികളോട് ഐഡന്റിഫൈ ചെയ്യാൻ തക്കവണ്ണം അവൻ വീണ്ടും താണു, ശൂന്യനായി തീർന്നു. അവിടെ ആത്മാവ് അവനെ നിറച്ച് നടത്തി. അതിനുശേഷം ക്രൂശിലേക്ക് വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അത് പൂർണ്ണമായി മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. മരണം വരെയുള്ള പോയിന്റിലേക്ക്, നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ രക്ഷകനായി, നമ്മുടെ കർത്താവായി യേശു വരുന്നത് ആ വെള്ളത്താലും ആത്മാവിനാലുമാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അവന്റെ സ്നാനവും
യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലുള്ള യാഗവും ഇതിന്റെ കൂടെ നമുക്ക് ഓർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഇത് ഡോസറ്റിസം എന്ന് പറയുന്ന ദുരുപദേശത്തിനെതിരെയുള്ള ഒരു പഠിപ്പിക്കൽ കൂടിയാണ്. യേശുക്രിസ്തു മനുഷ്യ രക്തത്തോടെ മനുഷ്യനിൽ വന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ നിന്ന് വന്നു, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു. നമുക്കറിയാം, ഗർഭപാത്രത്തിൽ ആ ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് അകത്താണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്താണ് വരുന്നത്. ഒരു ഫിസിക്കൽ ബർത്തിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഞാനിത് ചുമ്മാ അങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 100% ഉറപ്പൊന്നുമില്ല. ഇത് പലതരം പോസിബിലിറ്റീസ് ഓഫ് വ്യാഖ്യാനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് പച്ച മനുഷ്യനായിട്ട് വന്നു എന്നർത്ഥം. അതായത് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് ദ സീഡ് ഓഫ് വുമൺ ടു ഡൈ ഫോർ മീ ഓൺ ദ ക്രോസ്. അത് ഡോസറ്റിസം എന്ന് പറയുന്ന ഉപദേശത്തിന് എതിരെ ഇതൊരു മനുഷ്യ ജന്മം, പൂർണ്ണമായും മനുഷ്യനായി മാറിയ ദൈവത്തിന്റെ വചനം. അപ്പൊ പൂർണ്ണമായും മനുഷ്യനായി മാറി കഴിയുമ്പോൾ വേറെ എക്സ്ട്രീമിലോട്ട് ആൾക്കാർ പോകും. ദൈവം അല്ലായിരുന്നു. പൂർണ്ണ മനുഷ്യൻ എങ്ങനെയാണ് പൂർണ്ണ ദൈവമാകുന്നത്? ആവാൻ പറ്റിയല്ല. ഒരിക്കലും ഒരു പൂർണ്ണ മനുഷ്യന് പൂർണ്ണ ദൈവമാവാൻ പറ്റിയല്ല. എന്നാൽ പൂർണ്ണ ദൈവത്തിന് പൂർണ്ണ മനുഷ്യനാകാം, എന്തു ആകാം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതേസമയം ഒരു പൂർണ്ണ മനുഷ്യനൊരിക്കലും പൂർണ്ണ ദൈവമാകാൻ പറ്റില്ല, ഒരു ദൈവമാകാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവന് മനുഷ്യനാകാൻ പറ്റും. ബിക്കോസ് എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഹിം. അതർ വേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ മനുഷ്യർ ദൈവങ്ങളാകാൻ വേണ്ടി പല പണികൾ നോക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയും. അവൻ ഏത് ഫോമിലും വരുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശുക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അപ്പൊ 3 സാക്ഷ്യങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഈ 3 സാക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാക്ഷ്യം പറയുന്നവർ 3 പേരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ആരെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്? യേശുക്രിസ്തു നമ്മോട് വരുത്തിയ രക്ഷാകര കർമ്മത്തിന്റെ സാക്ഷ്യമാണത്. ആത്മാവ് നമ്മോട് പറയുന്ന സാക്ഷ്യം. ഇപ്പോൾ ഒരാളിൽ എന്തെല്ലാമാണ് സമ്മേളിക്കുന്നത്? രക്ഷാകരമായ സമ്മേളനം യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. അവൻ സ്നാനപ്പെടുന്നു, ആത്മാവിനാൽ നിറയുന്നു, ക്രൂശിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ആത്മാവിനാൽ നിറയുകയും മാനസാന്തരത്തിലൂടെ കടന്നുപോയി ആത്മാവിൽ നിറയുകയും അതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ചേരുകയും ചെയ്യുന്നു. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ആത്മാവ് നമ്മോട് പറയുന്നത്. ജലത്താലും രക്തത്താലും അവൻ വന്നു, ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു. 3 പേരും സാക്ഷ്യം പറയുന്നു. ആത്മാവും പറയുന്നു, ജലവും പറയുന്നു, രക്തവും പറയുന്നു. എന്നൊക്കെ പറയുന്നു? അവൻ ആത്മാവിനാൽ ഉൽപ്പാദിതനായ ദൈവപുത്രൻ. അതുപോലെ തന്നെ വെള്ളവും രക്തവും അവന്റെ മിനിസ്ട്രിയെ കുറിച്ച് നമ്മോട് സാക്ഷ്യം പറയുന്നു. ഇത് ശരിക്കും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തിയുടെ സാക്ഷ്യമാണ്. എന്താണ് കർത്താവ് ചെയ്തതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സാക്ഷ്യമാണ്. ഓക്കെ, ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പോൾ ആത്മാവും രക്തവും ജലവും നമ്മോട് പറയുന്ന ഒരേ സാക്ഷ്യം തന്നെയാണ്. അതായത് രക്ഷയുടെ സാക്ഷ്യമാണത്. നമുക്ക് പകരക്കാരനായി നമ്മുടെ ഇടയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന് മരണത്തോളം തന്നെത്താൻ ശൂന്യനാക്കി അനുസരണത്തിൽ തികഞ്ഞവനായി മരിച്ച് ഉയർത്തെഴുതി ആത്മാവിന്റെ ശക്തിയാൽ പുനരുത്ഥാനം ചെയ്തു. അപ്പൊ ശരിക്കും നമുക്കും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ആ സാക്ഷ്യം നമ്മുടെയും സാക്ഷ്യമാണ്. കാരണം നമ്മളും ആത്മാവിനാൽ വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപരായി ആ പുതിയ മനുഷ്യനെ ധരിച്ച് അവസാനം തേജസ്സിന്റെ ആത്മാവിനാൽ പുനരുത്ഥാനം പ്രാപിക്കേണ്ടവരാണ്. അപ്പോൾ ഈ സാക്ഷ്യം നമുക്കും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മൾ എങ്ങനെ കേൾക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഇതേ സാക്ഷ്യം തന്നെയാണ് അവസാനം കേൾക്കാൻ പോകുന്നത്. കാരണം അവൻ സ്നാനപ്പെട്ടതോട് ശേഷമുള്ള അവന്റെ ലൈഫ് ഒരിക്കലും ദൈവികമായ അധികാരങ്ങളെ ഉപയോഗിക്കാതെ, ദൈവികമായ ശക്തിയെ ഉപയോഗിക്കാതെ, മനുഷ്യന്റെ ശക്തി മാത്രം ഉപയോഗിച്ച്, അതായത് ആത്മനിറവിലുള്ള ഒരു മനുഷ്യന്റെ ശക്തി മാത്രം ഉപയോഗിച്ച്. ആ സമയത്തും യേശുക്രിസ്തു പൂർണ്ണമായും ദൈവമാണ്. ഏത് അധികാരവും ദൈവത്തിന് ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കാതെ ആ മനുഷ്യത്വത്തിൽ തന്നെ അവൻ അനുസരണം പൂർത്തിയാക്കി. അത് നമുക്ക് കൂടെ ഉള്ളതാണ്. നമ്മളും ആ അനുസരണത്തിൽ വഹിക്കപ്പെട്ടവരാണ്. നാമും അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളാണ്. സോ വിറ്റ്നസിങ് എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാനെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ മലയാളം ബൈബിൾ വിട്ടിട്ട്, ഞാൻ സാധാരണ വായിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിളും വിട്ടിട്ട് കിങ് ജെയിംസ് ബൈബിൾ വായിക്കാൻ പോകുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു പരാക്രമം ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. നിങ്ങളുടെ ആരുടെയും കയ്യിൽ തമിഴ് ബൈബിൾ ഉണ്ടെങ്കിലും അത് കിങ് ജെയിംസ് ബൈബിൾ പോലെ തന്നെയാണ്. അടുത്ത വാക്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, മറ്റു ബൈബിൾ ട്രാൻസ്ലേഷൻസിൽ നിന്ന് കിങ് ജെയിംസ് ബൈബിളിന്
ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തമിഴ് ബൈബിളിൽ ഇങ്ങനെ തന്നെയാണ് ട്രാൻസ്ലേഷൻ. നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം ഞാൻ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെയാണ്. 6-ാം വാക്യം, This is he that came by water and blood, even Jesus Christ, not by water only, but by water and blood. And it is the Spirit that beareth witness, because the Spirit is truth. 6-ാം വാക്യം. ഇതപ്പോൾ നമ്മൾ വായിച്ചത്. അടുത്ത വാക്യം, For there are 3 that bear witness in heaven. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. Okay? For there are 3 that bear record in heaven, the Father, the Word, and the Holy Ghost. And these 3 are one. ഇതാണ് ത്രിയേകത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ വാക്യം. എന്താണ് വാക്യം? This is the definition of triunity. For there are 3 that bear record in heaven, the Father, the Word, and the Holy Spirit, Holy Ghost. Okay, and these three are one. അപ്പോൾ there are 3, but these 3 are one. ഇതാണ് ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ള റെഫറൻസ്. പക്ഷേ ഇത് ചില ട്രാൻസ്ലേഷൻസിൽ കാണാനില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ടാണ് മറ്റ് ട്രാൻസ്ലേഷൻസിൽ നിന്ന് മിസ്സായതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം, അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ്, ഈ പഴയ ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. NKJV എന്ന് പറയുന്ന ന്യൂ കിങ് ജെയിംസ് വേർഷൻ, ഇതിന്റെ ഒരു പുതിയ ലാംഗ്വേജിലുള്ള ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് സെയിം ആയിരിക്കും, ഇതുപോലെ തന്നെയാണ്, കിങ് ജെയിംസ് പോലെ, ഇപ്പൊ ഞാൻ വായിച്ച പോലെ തന്നെയായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഴയ മാനുസ്ക്രിപ്റ്റ്സ്, അതായത് കയ്യെഴുത്ത് പ്രതികൾ നോക്കിയാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോ അക്യുറസി 100% ഉറപ്പിക്കാൻ വേണ്ടി ഈ എഴുതുന്നവർ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാക്യം കുറവാണെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു മാനുസ്ക്രിപ്റ്റിൽ, അതായത് ഇപ്പോൾ 2 കയ്യെഴുത്ത് പ്രതികൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ ഒരു വാക്യം കുറവാണെന്ന് വിചാരിച്ചോ, അവർ ആ കുറവുള്ളത് എടുക്കുകയുള്ളൂ, കൂടുതലുള്ളത് എടുക്കില്ല. എന്ന് പറഞ്ഞാൽ 100% ഉറപ്പ് വരുത്താനാണ്. ഇനി അബദ്ധത്തിൽ വന്നതല്ല എന്ന് 100% ഉറപ്പ് വരുത്താൻ വേണ്ടി, അങ്ങനെ അബദ്ധത്തിലൊന്നും വരികയില്ല, നമുക്കറിയാതെ. പക്ഷെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ, ഈ സ്കോളർമാർ, പണ്ഡിതന്മാര്, പിന്നീട് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ വാക്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാത്തിനും ഉള്ള വാക്യങ്ങൾ മാത്രമേ എഴുതൂ. 2 മാനുസ്ക്രിപ്റ്റിനകത്ത് ഉള്ള വാക്യങ്ങൾ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. പുതിയ ട്രാൻസ്ലേഷൻസ് അങ്ങനെയാണ്. എന്നാൽ പഴയ ട്രാൻസ്ലേഷൻസിൽ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് അവൈലബിൾ ആയ ആ ട്രാൻസ്ലേഷനിൽ ഇതും ഉണ്ടായിരുന്നു. ഇപ്പൊ കിങ് ജെയിംസ് ബൈബിൾ എഴുതുന്ന ട്രാൻസ്ലേഷൻ, അവരുപയോഗിച്ച ട്രാൻസ്ലേഷനകത്ത് ഈ വാക്യവും ആ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൽ അതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇങ്ങനെ എഴുതി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്യം അവിടെ ഉണ്ട് എന്ന്. പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ നമുക്ക് പാഞ്ഞ് നടക്കാൻ പറ്റാത്തതിന്റെ കാരണം, എല്ലാ ട്രാൻസ്ലേഷൻസ് ഇതില്ലാത്ത എന്തുകൊണ്ടാണ് അവർ ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വാക്യം അങ്ങനെ എടുത്ത് തെളിയിക്കാൻ വേണ്ടി. നമ്മൾ ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്? അത് നമ്മുടെ സത്യസന്ധത കൊണ്ടാണ് പാടുപെടുന്നത്. കാരണം ചില മാനുസ്ക്രിപ്റ്റിൽ ഇതില്ലാത്തത് കൊണ്ട് അവരതൊരു ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷെ ആ താളം, നമുക്ക് ആ വാക്യത്തിന്റെ താളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഇതുണ്ട്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആ ആത്മാവ് സത്യമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിന്റെ കൂടെ 7-ാം വാക്യത്തിൽ ഇവിടെയുമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, For there are 3 that bear record in heaven, the Father, the Word, and the Holy Ghost, and these 3 are one. അപ്പോൾ 2 തരത്തിലുള്ള സാക്ഷ്യമാണ് നമുക്ക് ഉള്ളത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ചും കൂടെയാണ് ഈ പറയുന്നത്. ഒന്ന്, ഭൂമിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തു മണ്ണിലേക്ക് ഇറങ്ങി വന്ന് വെള്ളത്താലും ആത്മാവിനാലും രക്തത്താലും ഒരു സാക്ഷ്യം ഉണ്ടാക്കി. നമുക്ക് രക്ഷ ഒരുക്കി വെച്ചു. നമ്മൾ അതിലേ തന്നെ കടന്നുപോയി, അതേ വഴിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു. സ്വർഗത്തിൽ നോക്കുമ്പോൾ അവിടെയും ഈ സാക്ഷ്യം പെർഫെക്റ്റ് ആണ്. അതായത് പുത്രനെ കുറിച്ച് പിതാവും പിതാവിനെ കുറിച്ച് പുത്രനും വിറ്റ്നസ് ചെയ്യുന്നു. നമുക്കറിയാം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവും കൂടെ വന്ന് അതിനകത്ത് സമ്മേളിക്കുന്ന നമുക്ക് സ്നാനത്തിൽ കാണാൻ കഴിയും. ഇപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ എഗ്രി ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ് നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന ആ സാക്ഷ്യം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അത്
പിതാവും പുത്രനും നമ്മുടെ കൂടെ വന്ന് ആത്മാവിനാൽ നമ്മിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ എംബ്രേസ്ഡ് ബൈ ഗോഡ് ഇൻ ഓൾ ഹിസ് ലവ്. അപ്പോൾ ആ സാക്ഷ്യം, നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം, കർത്താവ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷെ എനിക്ക് പിതാവ് സാക്ഷ്യം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഹീ ഈസ് മൈ വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗത്തിലെ സാക്ഷ്യവും ഭൂമിയിലെ സാക്ഷ്യവും ഒരുപോലെ എഗ്രി ചെയ്യുന്നു ഒരു കാര്യത്തിൽ: അവൻ നമുക്ക് മധ്യസ്ഥനും പകരക്കാരനുമാണ്. അവൻ വെള്ളത്താലും രക്തത്താലും വന്നവനാണ് എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് പകരം വന്നവനാണ്, എനിക്ക് പകരം മരിച്ചവനാണ്, എനിക്ക് പകരം ആത്മാവിന്റെ ശക്തിയാൽ പുനരുത്ഥാനം ചെയ്തവനാണ്. ഇത് നമ്മളെല്ലാവരും വഹിക്കുന്ന കർത്താവിന്റെ സാക്ഷ്യമാണ് എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, 8-ാം വാക്യം പറയുന്നത് സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ, മലയാളത്തിൽ. ഓക്കെ, 8-ാം വാക്യം ഇംഗ്ലീഷിൽ അത് തന്നെയാണ്. 7-ാം വാക്യം ആണ് വ്യത്യാസമുള്ളത്. 7-ാം വാക്യമാണ് വ്യത്യാസമുള്ളത്. ആ 7-ാം വാക്യത്തിൽ ഈ ഒരു ഭാഗം കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയാനുള്ള കാരണം? എന്താണ് യോഹന്നാൻ ഇത് പറയാനുള്ള കാരണം? യോഹന്നാൻ ഇത് പറയാനുള്ള കാരണം, സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യരുടെ സാക്ഷ്യത്താൽ വരുന്നതല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കാം നല്ല സാക്ഷി, ഇത് കേട്ട ആൾക്കാർ രക്ഷിക്കപ്പെടും. അങ്ങനെയൊന്നുമല്ല. മനുഷ്യരുടെ സാക്ഷ്യത്താലല്ല ഇത് വരുന്നത്. മനുഷ്യരുടെ സാക്ഷ്യം അതിന് ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് രാവിലെ ഞാൻ ഗലാത്യ ലേഖനത്തിൽ ചിന്തിച്ചൊരു കാര്യമാണ്, സുവിശേഷം വരുന്ന മനുഷ്യരുടെ സാക്ഷ്യത്താലല്ല. ഇവിടെ യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സാക്ഷ്യം മനുഷ്യരുടെ സാക്ഷ്യമല്ല. അത് കർത്താവിന്റെ, പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. അത് പുത്രൻ സ്ഥാപിച്ചതാണ്. യേശുക്രിസ്തു വെള്ളത്താലും രക്തത്താലും വന്ന് നിറവേറ്റിയതാണ്. ആത്മാവോടെ ചേർന്ന് പറയുന്ന സാക്ഷ്യമാണ്. സോ ഇറ്റ്സ് നോട്ട് ഫ്രം ഹ്യൂമൻ ബീങ്സ്. ഇത് മനുഷ്യരിൽ നിന്നല്ല, ഇത് പുത്രനിൽ നിന്നാണ്, ആത്മാവിൽ നിന്നാണ്. അവരുടെ സാക്ഷ്യം ഒന്നു തന്നെയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മാനുഷികമായ പല കാര്യങ്ങൾ കണ്ടും മനുഷ്യരുടെ നല്ല നല്ല സുന്ദരമായ വ്യാഖ്യാനങ്ങൾ കേട്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പ്രസന്റേഷൻ രീതികളൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ആളുകൾ രക്ഷിക്കപ്പെടുമെന്നാണ്. ആളുകൾ രക്ഷിക്കപ്പെടുകയല്ല. ആളുകൾ രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ സാക്ഷ്യം. അതായത് കർത്താവിന് മാത്രമേ ആളുകളെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ പ്രസംഗിച്ചിട്ട് പോകുന്ന എനിക്ക് നിങ്ങളുടെ ഹൃദയത്തെ കയറാനുള്ള യാതൊരു അധികാരവും ഇല്ല, കഴിവുമില്ല. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൊണ്ട് ഒരാളും രക്ഷിക്കപ്പെടുകയില്ല. ഒരു മനുഷ്യന്റെ ജ്ഞാനത്താലോ പ്രസന്റേഷൻ സ്കില്ലിനാലോ ആരും രക്ഷിക്കപ്പെടില്ല. അവർക്ക് ചിലപ്പം നിങ്ങളെ അവർ അഭിനന്ദിച്ചേക്കാം, നല്ലതെന്ന് ചിന്തിച്ചേക്കാം, നാളെയും വന്ന് കൂടിയേക്കാം. പക്ഷേ ഈ ദൈവികമായ സ്വർഗീയമായതിനെ പ്രാപിക്കാൻ ആത്മാവിന്റെ സാക്ഷ്യം തന്നെ അവർക്ക് ലഭിക്കണം. അത് വെള്ളത്താലും രക്തത്താലും ആത്മാവിനാലുമാണ് ആ സാക്ഷ്യം പ്രസ്താവിക്കപ്പെടുന്നത്. മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇവിടെ ചോദിക്കുന്നത് ദൈവം പറയുന്ന സാക്ഷ്യം എത്രയോ വലുത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ 7-ാം വാക്യം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഏതാ, ഞാൻ സാധാരണ ഒരിടത്തും ഈ വാക്യം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ വേറൊരു ട്രാൻസ്ലേഷനിൽ നിന്ന് വാക്യം എടുത്തുകൊണ്ട് ഇവിടെ വരാനുള്ള കാരണം ഈ 9-ാം വാക്യമാണ്. 9-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കിങ് ജെയിംസ് ട്രാൻസ്ലേഷനാണ് ശരി എന്നുള്ള കാര്യം. ഓക്കെ, അത് എന്തുകൊണ്ട് മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ഇപ്പൊ ദൈവത്തിന്റെ സാക്ഷ്യം ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്തുകൂടെ ഉണ്ടായിരുന്നു? സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഇവർ മൂന്നും ഒന്ന് തന്നെ എന്നുള്ള വാക്യം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അതിന്റെ ബാക്കിയായിട്ടാണ് ഈ 9-ാം വാക്യം പറയുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷിച്ചിരിക്കുന്നത് തന്നെ. എന്നിട്ട് അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാണ്, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. എന്ത് സാക്ഷ്യമുണ്ട്? പിതാവിന്റെ സാക്ഷ്യമുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് ആത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട്. അബ്ബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ടെന്ന് പറയുന്നതും ആ വാക്യം വളരെ കറക്റ്റാണെന്ന് മാത്രമല്ല, അത് കോണ്ടെക്സ്ച്വലുമാണ്. ഈ പശ്ചാത്തലത്തിൽ അത് വളരെ ഫിറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ലേഷൻസിന്റെ ചില റൂൾസ് കാരണം നമുക്ക് പിടികിട്ടാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഈ അടുത്തിടെയാണ് ഞാൻ ചിന്തിച്ചത്, ഒരു കിങ് ജെയിംസ് ബൈബിളും കൂടെ അടുത്തുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. കിങ് ജെയിംസിലെ ഇംഗ്ലീഷ് 1611
1611 എഴുതിയ പുസ്തകമാണ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ. അത് ചെറിയ മാറ്റങ്ങൾ അതിന്റെ വാക്കുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇത് വായിച്ചപ്പോൾ 1 യോഹന്നാൻ 5:7 ഞാൻ വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെയാണ്. 5:7, ഫോർ there are three that bear record in heaven, the Father, the Word and the Holy Ghost. ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഇപ്പൊ മനസ്സിലാക്കുന്നത്? ഗോസ്റ്റ് എന്ന് കേട്ടാൽ നമ്മൾ ഓടും. കാരണം ഇന്ന് ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ലാംഗ്വേജിൽ അർത്ഥം തന്നെ മാറിപ്പോയി. പണ്ട് ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാ സാധനം. പക്ഷെ ഇന്ന് ലാംഗ്വേജ് നേരെ തിരിഞ്ഞു. ഇന്ന് ലാംഗ്വേജ് തിരിഞ്ഞിട്ട് ഇന്ന് ഗോസ്റ്റ് എന്ന് പറയുന്നത് ഗോസ്റ്റ് എന്ന് പറയുന്ന ഗോസ്റ്റ് ഞാൻ പറഞ്ഞുണ്ടോ എന്ന് പറഞ്ഞാൽ അത് വേറെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ആ പഴയ ലാംഗ്വേജ് പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയി പോവാം. പക്ഷെ ആ ട്രാൻസ്ലേഷൻ വളരെ നല്ലൊരു ട്രാൻസ്ലേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിലെ സാക്ഷ്യം, നമ്മുടെ വിശ്വാസത്തിന്റെ ബലം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സാക്ഷ്യമാണ്, ആത്മാവിന്റെ സാക്ഷ്യമാണ്. അപ്പം നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള സാക്ഷ്യം ആത്മാവാണ് നമുക്ക് തരുന്നത്. ആ സാക്ഷ്യം സത്യമാണ്. ഓക്കെ, നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ ഈ പുത്രനെ കുറിച്ച് സാക്ഷിച്ചതിനകത്തും 2 കാര്യങ്ങളിലും, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ജലം, രക്തം, ആത്മാവ്, ഇത് 3ലും പിതാവിന്റെ പ്രസൻസ് ഉണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ വെള്ളത്താൽ അവൻ നമ്മോട് ഐഡന്റിഫൈ ചെയ്യുന്ന ആ സമയത്ത് പിതാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ ക്രൂശിൽ വെച്ച് നമുക്കറിയാം, പുനരുത്ഥാനത്തിലൂടെ കർത്താവ് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ യാഗത്തെ അംഗീകരിച്ചതായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇത് പിതാവിന്റെ സാക്ഷ്യമാണ്. പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അവന്റെ പുണ്യരക്തത്തെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് പിതാവ് അംഗീകരിച്ചു. ദാറ്റ് മീൻസ് ഹി സാക്രിഫൈസ് വാസ് അക്സെപ്റ്റഡ്. പിന്നെ 3-മത് എന്താ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയി പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് അവന്റെ ആത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കും വസിക്കേണ്ടതിന്. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന് ഉന്നതനാം തങ്കപ്രാവ്. പോയറ്റിക് ആയിട്ടുള്ളൊരു പ്രയോഗമാണത്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേ സാക്ഷ്യം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്, നമ്മുടെ അടിസ്ഥാനം. നമ്മൾ ദൈവമക്കളാണെന്ന് ആത്മാവ് തന്നെ സാക്ഷ്യം പറയും. നമ്മൾ അങ്ങനെ തന്നെ ആകുന്നു. പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ മനുഷ്യരുടെ സാക്ഷ്യമല്ല നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യർക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ അവർക്ക് അറിയാൻ മേലായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സാക്ഷി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ഒരു അഷുറൻസ് ആണ് നമുക്ക് ലോകത്തിലുള്ള ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. ഐ ബിലോങ് ടു മൈ ലോഡ്. അത് എനിക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടിയ സാക്ഷ്യമല്ല, എനിക്കത് പുത്രൻ തരുന്ന സാക്ഷ്യമാണ്, പിതാവ് തരുന്ന സാക്ഷ്യമാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും നശിച്ചു പോവുകയില്ല, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ഉപേക്ഷിക്കപ്പെടുകയില്ല. ഇത് ദൈവപുത്രൻ നമ്മോട് പറയുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത വാക്യം നോക്കിയേ. ഈ സാക്ഷ്യത്തിന്റെ കണ്ടന്റ് എന്താണ്? സാക്ഷ്യം പറയുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, രക്തം, ജലം, ആത്മ. എന്താണ് ഈ സാക്ഷ്യം? 11-ാം വാക്യം. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അപ്പൊ ശരിക്കും ദൈവം അവന്റെ പുത്രനെ നമുക്ക് തരുമായിരുന്നു. ആ പുത്രനിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഇത് നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ എൻ്റെ അല്ല, പുത്രൻ്റെയാണ്. ഹി ഇൻഹാബിറ്റ്സ് മീ, റിസൈഡ്സ് ഇൻ മീ, റൂൾസ് ഓവർ മീ. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അവനിൽ ജീവനുണ്ട്. ഇതാണ് സാക്ഷ്യം, എനിക്ക് ലഭിക്കുന്ന സാക്ഷ്യം. കർത്താവ് എനിക്ക് തന്ന സാക്ഷ്യം അതാണ്. ഇത് 3 പേരും സ്വർഗത്തിൽ ഏറ്റു പറയുന്നതും 3 പേരും ഭൂമിയിൽ ഏറ്റു പറയുന്നതും ഒരേ കാര്യമാണ്. ചേസ് ജോസഫ് ഈസ് ബോൺ അഗെയിൻ ആൻഡ് ഹി ഹാസ് ദ ലൈഫ് ഓഫ് ഗോഡ്. അവന് ദൈവം നൽകിയ ജീവൻ അവൻ്റെ ഉള്ളിലുണ്ട്, ദൈവിക ജീവൻ അവൻ്റെ ഉള്ളിലുണ്ട്. അത് അവൻ്റെ ഉള്ളിൽ പുത്രനാൽ നൽകപ്പെട്ടിരിക്കുന്നു. പുത്രനിലുള്ള അതേ ജീവൻ നമ്മുടെ ഉള്ളിലും നൽകപ്പെട്ടിരിക്കുന്നു. എന്തു ഭയങ്കര കാര്യമല്ലേ! യേശുക്രിസ്തുവിലുള്ള അതേ ജീവൻ തന്നെ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നുള്ളത്.
കർത്താവ് നടന്ന അതേ ജീവൻ, കർത്താവ് ചിന്തിച്ച അതേ ചിന്തകളിലേക്ക്, കർത്താവ് ആഗ്രഹിച്ച അതേ ആഗ്രഹങ്ങളിലേക്കാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സ്വഭാവത്തിലേക്കാണ് നമ്മളെ അവൻ ജനിപ്പിച്ചിരിക്കുന്നത്. ഇത് പുറമേ കാണുന്ന തൊടരുത്, പിടിക്കരുത്, കാണരുത്, അങ്ങനെയൊന്നുള്ളതല്ല. ഇന്ദ്രിയങ്ങളാലുള്ളതല്ല, അകത്തുനിന്ന് വരുന്നതാണ്. സ്നേഹമാണ്, ക്രിസ്തുവാണ്, അവൻ നമ്മിൽ വസിക്കുന്നതാണ്. ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാക്ഷ്യം. പുത്രനിലൂടെയുള്ള ജീവൻ. ഐ ലീവ് ഇൻ ഹിസ് പ്ലേസ്, ഹി ലീവ്സ് ഇൻ മൈ പ്ലേസ്. അവൻ എൻ്റെ സ്ഥാനത്ത് ജീവിക്കുന്നു, ഞാൻ അവൻ്റെ സ്ഥാനത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിലും വസിക്കുന്നു. ഇത് വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഉള്ള രണ്ട് പ്രയോഗങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു സന്ദർഭത്തിൽ പറയുന്നതായിരിക്കും. ഓക്കെ, 12-ാം വാക്യം. ദൈവപുത്രൻ ഉള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവനോ ജീവനില്ല. അപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ, അപ്പൊ ദൈവത്തിന് മുമ്പ് രണ്ട് തരം ആൾക്കാരേ ഉള്ളൂ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും. ജീവൻ ആർക്ക് മാത്രമേ ഉള്ളൂ? പുത്രനുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പുത്രൻ ഇല്ലാത്തവർക്ക് ജീവനില്ല. പുത്രൻ ഇല്ലാത്തവർ ദൈവത്തിന്റെ ലിസ്റ്റിൽ വരുന്നില്ല, മക്കളല്ല. പുത്രൻ ഇല്ലാത്തവർ, പുത്രനെ നിഷേധിക്കുന്നവർ ദൈവത്തിന് മക്കളല്ല. ഈ ലോകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയമല്ലാത്ത തത്വചിന്തകൾ ഒത്തിരിയുണ്ട്. ഒന്നുകിൽ അവർ ദൈവപുത്രനെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അവർ പിതാവിനെ നിഷേധിക്കുന്നു. പുത്രനെയും ദൈവത്തെ എല്ലാം നിഷേധിക്കും. അപ്പോ പുത്രനെ നിഷേധിക്കുന്നവരുണ്ട്, ദൈവത്തെ തന്നെ നിഷേധിക്കുന്നവരും ഉണ്ട്. ഗോഡ്ലെസ് ഫിലോസഫീസ് ഉണ്ട്, ഓക്കെ, അതുപോലെ സൺലെസ് ഫിലോസഫീസും ഉണ്ട്. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ സാക്ഷ്യം രക്ഷയ്ക്ക് കാരണമാകുമെന്ന്. പക്ഷെ വെള്ളത്തിന്റെ സാക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മുടെ സ്നാനമല്ല നമ്മളെ രക്ഷിച്ചത്. യേശുക്രിസ്തുവിന്റെ സ്നാനവും അവന്റെ ക്രൂശ് മരണവുമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ്. നമ്മൾ അതിനോട് ഏകീഭവിക്കുന്നവന്റെ മരണ പുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവമാണ്. നമ്മളെ സംബന്ധിച്ച് കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് സ്നാനം. ആ സ്നാനം എന്ന് പറയുന്നത് രക്ഷാകരമല്ല, രക്ഷിക്കപ്പെടുന്നവർക്കുള്ള കൽപ്പനയാണ്. അത് വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അതായത് രക്ഷിക്കപ്പെടുന്ന ഉടനെ അനുസരിക്കേണ്ട, വിശ്വസിച്ചാൽ ഉടനെ അനുസരിക്കേണ്ട ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. ആ സെക്കൻഡിൽ, ആ മോമെന്റിൽ, ഇഫ് യു ബിലീവ് ഇൻ ദ ലോർഡ്, അതാണ് പുതിയ നിയമത്തിലെ കൽപ്പന. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അവിടെയാണ് വിശുദ്ധീകരണം ആരംഭിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. ഐ ഡൈ വിത്ത് ഹിം. ഇത് രക്ഷിക്കുന്ന സാക്ഷ്യമല്ല, അത് രക്ഷിച്ചു എന്നുള്ള സാക്ഷ്യമാണ് നമ്മളത് പറയുമ്പോൾ. കർത്താവ് സ്നാനപ്പെടുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷയുടെ കാരണമാണ് യേശു ചെയ്യുമ്പോൾ. നമ്മൾ ചെയ്യുമ്പം രക്ഷയുടെ കാരണമല്ല, രക്ഷയുടെ ഫലമാണ്. ഓക്കെ, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവനോ ജീവനില്ല. അപ്പൊ ജീവനില്ലാത്ത ഒത്തിരി തത്വങ്ങൾ ലോകത്തുണ്ട്, ഒത്തിരി ഫിലോസഫീസ് ലോകത്തുണ്ട്, ഒത്തിരി ആൾക്കാർ ലോകത്തുണ്ട്. നല്ല മനുഷ്യരാണ്, പക്ഷെ അവരാരും ജീവനുള്ളവരല്ല. നല്ല മനുഷ്യരാണ്, ജീവനുള്ളവരല്ല. ജീവൻ പുത്രന്റെ ജീവനാണ്. ഓക്കെ, ജീവൻ പുത്രന്റെ ജീവനാണ്. അടുത്ത വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. കണ്ടോ? അപ്പോ ഈ വാക്യവും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിലുള്ള വാക്യവും തമ്മിൽ എന്താ ഡിഫറൻസ്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 20-ന്റെ 30-ാം വാക്യം, 31-ാം വാക്യം. എന്നാൽ നിങ്ങൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഞാനിത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഉണ്ടാകാൻ വേണ്ടിയാ സുവിശേഷം. ലേഖനങ്ങൾ എന്തിനാ? ഉണ്ടായ ശേഷം. അതായത് സുവിശേഷത്തിൽ പറയുന്നത് ഇത് ഉണ്ടാകാൻ വേണ്ടി എന്നാ പറയുന്നത്. എന്നിട്ട് ലേഖനത്തിലേക്ക് വരുമ്പം യോഹന്നാൻ പറയാണ്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നുവെന്നും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ആ സാക്ഷ്യം നമുക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ യോഹന്നാന്റെ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. മറ്റേത് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ ഇത് ജീവനിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവപുത്രന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതായത് നോ വൺ ഷാൽ ടേക്ക് ദാറ്റ് പ്രോമിസ് അവേ ഫ്രം യു. നിങ്ങളിൽ നിന്ന് ആരും ആ വാഗ്ദത്തത്തെ എടുത്തു മാറ്റരുത്.
കാരണം നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ ആത്മാവിന്റെ സാക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു, ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു, കർത്താവിനെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിത്യജീവന്റെ അവകാശികളാണ്. അത് ആർക്കും നിങ്ങളിൽ നിന്ന് അപഹരിക്കാൻ കഴിയാത്തതാണ്. കർത്താവ് ആ ഉപനിധി അന്ത്യം വരെയും നമുക്കായി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആർക്കും അതിനെ എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല. ഓക്കെ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അപ്പൊ നിത്യജീവൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളതാണ് അടുത്ത പ്രോമിസ്. അപ്പൊ ആര് പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നത്? നിത്യജീവനുള്ളവർ, മക്കൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവം കേൾക്കുന്നത്. മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാണെന്ന് എന്തുണ്ടെന്നറിയോ? അപ്പന്റെ ഇഷ്ടം അറിയാവുന്നവരാണ് ഈ മക്കള്. അപ്പൊ മക്കള് പ്രാർത്ഥിക്കുമ്പോൾ അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കും. അതാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാവുന്നു. അപ്പൊ അവന്റെ ഇഷ്ടം നോക്കി വേണം നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. എന്റെ ഇഷ്ടങ്ങളെല്ലാം കർത്താവ് സാധിച്ചു തരും എന്നുള്ളതല്ല എന്റെ ധൈര്യം. അത് ശരിക്കും എനിക്ക് പേടിയാണ്. അതെങ്ങനെ എനിക്ക് പേടിയാവുന്നറിയാം? ഞാൻ ചോദിക്കുന്നു ഇഷ്ടപ്പെടുന്നതെല്ലാം കർത്താവ് വാങ്ങിച്ചെന്നാൽ ഞാൻ നശിച്ചു പോകാൻ അതിനേക്കാൾ വലുതായിട്ടൊന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ചോദിക്കുന്ന എല്ലാം കർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാൻ നന്നാവുമോ? ഞാൻ വിശദീകരിക്കപ്പെടും? ഒരിക്കലും. ഞാൻ ഏതോ വഴിക്ക് പോവും. അവസാനം ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ഒരു സദൃശമായിട്ട് ഞാൻ മാറും. ഈ ലോകത്തിന്റെ പ്രഭുവായിട്ട് ഞാൻ മാറും. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം കർത്താവ് എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ ഒരിക്കലും കർത്താവിന്റെ പുത്രനെ പോലെ ആവുകയില്ല. അപ്പൊ എനിക്ക് കർത്താവിനുള്ള ധൈര്യം എന്നാണെന്നറിയോ? ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം തരികയില്ല എന്നുള്ള ധൈര്യം. അവന്റെ ഇഷ്ടപ്രകാരമുള്ളതെല്ലാം തരും. ഇതാണ് എന്റെ ധൈര്യം. അതൊരു ഭയങ്കര ധൈര്യമാണ്. ഞാൻ ചോദിക്കുന്ന എല്ലാം കർത്താവ് തരാൻ തുടങ്ങിയാൽ എനിക്ക് ആ പേടി പണ്ട് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്കും കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, അത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അത് ദൈവം തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവേ ഇത് ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിന്റെ ഇഷ്ടമാണോ? ഈ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മേടിച്ച് പിടിച്ച് മേടിക്കുമ്പം ദൈവത്തിന്റെ ഇഷ്ടമല്ല നമ്മൾ നടക്കുന്നത്, നമ്മുടെ ഇഷ്ടമാണ് നടക്കുന്നത്. അപ്പൊ ദൈവത്തെ നമ്മുടെ രാജത്വത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ ഇഷ്ടങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരിക. ഞാൻ കഴിഞ്ഞ ദിവസം എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ എതിർ ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് ചെല്ലുകയില്ല. ഇഷ്ടങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇനി ദൈവം ഈ ലോകത്ത് മഹത്വപ്പെടണമെങ്കിൽ, അവന്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ദൈവം കാര്യം സാധിച്ചു കൊടുത്താൽ മാത്രം. അപ്പൊ രാജാവെന്ന് പറയുന്നത് ആരാ? നമ്മളാ. നമ്മുടെ ഇഷ്ടമാണ് വാഴുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന പ്രോസ്പെരിറ്റി തിയോളജീസിലെല്ലാം ദുരാത്മാവ്, എതിർ ക്രിസ്തു വ്യാപരിക്കുന്നത് ഈ ഒരു മെഷറിലാണ്. നമ്മുടെ ഇഷ്ടം, മനുഷ്യന്റെ ഇഷ്ടം, സിംഹാസനത്തിലിരിക്കുന്ന മനുഷ്യന്റെ ഇഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന, അത് ദശാംശം വാങ്ങിച്ച് അത്യാവശ്യം പൈസ വാങ്ങിച്ചിട്ട് ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നിസ്സഹായനായ ഒരു ദൈവം. ഇത് എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രസന്റേഷനാണ്. ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നത് ലോകത്തിലേക്ക് നമ്മളെ ബന്ധിക്കുന്ന ആത്മാവാണ്. അതുപോലെ തന്നെയുള്ളൊരു സാധനമാണ് സ്വയനീതിയിലേക്ക് നമ്മളെ തളയ്ക്കുന്നത്. ഇത് രണ്ടും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാതെ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഇപ്പോഴും വ്യാപരിക്കുന്ന മർമ്മങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ യോഹന്നാന്റെ ലേഖനം വളരെ ശക്തമായി നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ തന്നെ വളരെ ശക്തമായ വാണിംഗ് അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നമുക്ക് അവനോടുള്ള ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും അവൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അവനിൽ നിന്ന് ജനിച്ച് അവന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനകൾ അവൻ കേൾക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് എനിക്കതിൽ നല്ല ധൈര്യമാണ്. കർത്താവിന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നെങ്കിൽ കേൾക്കും. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട. കാരണം പോട്ടെ, അപ്പൻ ഇഷ്ടമില്ലാത്ത വേണ്ട. കാരണം എൻ്റെ അപ്പനെ പോലെ അല്ലല്ലോ സ്വർഗത്തിലെ അപ്പന്. ഭയങ്കര ബുദ്ധിയാണല്ലോ, ജ്ഞാനമാണല്ലോ. അപ്പൊ എനിക്ക് എന്താ വേണ്ടതെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടമല്ലാത്തത് നടക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് അന്ത്യകാലത്തെക്കുറിച്ചും നമ്മുടെ തേജസ്സിനെ കുറിച്ചും നമ്മുടെ ഓട്ടത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അവൻ ഇഷ്ടമുള്ള പ്രാർത്ഥനകളിലേക്ക് നമ്മളെ നയിക്കുന്നു. അവന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുന്നു.
ഞാൻ രാജാവായി ഇരിക്കുകയില്ലെന്ന്. അന്ന് ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഞാൻ ഏത് സിംഹാസനത്തിലാണോ കയറിയത്, ആ സ്വയത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ഇഷ്ടങ്ങളിൽ നിന്നും ഞാൻ ഇറങ്ങുമെന്നും കർത്താവിന്റെ ഇഷ്ടം വാഴത്തക്ക രീതിയിൽ ഒരു വിശദീകരണം ഞാൻ പ്രാപിക്കുമെന്നും അതെന്റെ ധൈര്യമാണ്. അവന്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് അവന്റെ മുൻപാകെയുള്ള എൻ്റെ ധൈര്യമാണ്. ഓക്കെ, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നെന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പൊ ശരിക്കും ടൈം എന്ന് പറയുന്ന ഒരു ആപേക്ഷികമായ കാര്യമായതുകൊണ്ട്, നമ്മൾ നിത്യതയിലുള്ളവരായതുകൊണ്ട്, നമ്മൾ പുത്രന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ചോദിക്കുന്നതിനെ ലഭിച്ചു എന്നുള്ളതാണ് വിശ്വാസം. കാരണം നിത്യതയിലാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം. അത് നമുക്ക് ഓൾറെഡി ലഭിച്ചതാണ്. നമ്മളത് അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും ദ ലോർഡ് ഹാസ് ആൻസേർഡ് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. കാരണം പിതാവിന്റെ ഇഷ്ടം നമ്മളിൽ നിറവേറ്റുക എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? ദൈവം എന്തായാലും അങ്ങ് ചെയ്തോളുമല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം പ്രാർത്ഥന ദൈവത്തെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല, നമ്മളെ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ തലക്കകത്തോട്ട് ഇറങ്ങണം. ദൈവത്തിന്റെ ഇഷ്ടം ദൈവം എങ്ങനെയാണോ ഈ ലോകത്ത് നിറവേറ്റുന്നത്, ആ വലിയ മനോഹരമായ ദൈവരാജ്യത്തിന്റെ പവറിന് കീഴിലേക്ക് എൻ്റെ ഇഷ്ടങ്ങളെ ദൈവം കൊണ്ടുവരുവാണ്. അപ്പൊ എൻ്റെ പ്രാർത്ഥനകൾ അവന്റെ ഇഷ്ടത്തിന് അനുകൂലമാക്കി തിരിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തിൽ വന്ന കാലത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച പോലാണോ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം അത് പതുക്കെ പതുക്കെ അവന്റെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളെ എത്തിക്കുകയാണ്. അതൊരു വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അവന്റെ ജീവൻ നമ്മളിൽ വാഴുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അവന് പ്രസാദമുള്ളതായി മാറും, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായി മാറും. നിന്റെ ഇഷ്ടം, അവന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നിറവേറാൻ ആരംഭിക്കുന്നതാണ് ശരിക്കും നമ്മൾ ദൈവരാജ്യത്തിന് സബ്മിറ്റഡ് ആകുന്നതിന്റെ ഒരു എവിഡൻസ്, ഒരു സിംറ്റം, ഒരു സൈൻ. ഓക്കെ, അപ്പോൾ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞു, പക്ഷെ അത് അവന്റെ ഇഷ്ടത്തിനുള്ള അപേക്ഷകളാണ്. ഇനി നമുക്ക് ഒരിത്തിരി വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ഒത്തിരി പേര് എന്നോട് സംശയം ചോദിച്ചിട്ടൊരു വാക്യമാണ്. ഞാനും ബലഹീനനായ ഒരു മനുഷ്യൻ, എനിക്കും വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. നമുക്ക് നോക്കാം എന്താണ്. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? 2-3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. എന്നാൽ മരണകരമായ പാപം ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകെ കുഴഞ്ഞതുപോലെ തോന്നുന്നില്ലേ? ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് ജനിച്ച ഒരുത്തൻ മരണകരമായ പാപം എങ്ങനെ ചെയ്യുന്നു? ദൈവത്തിന് ജനിച്ച ഒരുത്തനും പാപം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ സഹോദരൻ എങ്ങനെയാണ് മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത്, മരണത്തിനുള്ള പാപം ചെയ്യുന്നത്? ഇത് നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിച്ച് നോക്കാം. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് എങ്ങോട്ടാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ ആയിരിക്കും അതിന്റെ പോസിബിൾ മീനിങ്സ്. ഒന്ന്, ഇത് വിശ്വാസികളെ സംബന്ധിച്ചാണോ യഹൂദന്മാര് സഹോദരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ മറ്റ് യഹൂദന്മാരെ കുറിച്ചാണോ എന്നറിയില്ല. ഇതൊരു വളരെ ദുർബലമായ ഒരു കാര്യമാണ്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. ഇപ്പൊ ജീവനെ കൊടുത്തിട്ടുള്ളവരല്ല, ഓൾറെഡി ജീവനുള്ളവരാണോ അവര്? ജീവനെ കൊടുക്കുമെന്നാ പറയുന്നത്. അടുത്തത് നോക്കിയേ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട് തന്നെ. അപ്പം ഏറ്റവും സേഫായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത്, ഒരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, മരണകരമായ പാപമുണ്ട്, മരണകരമല്ലാത്ത പാപമുണ്ട്. മരണകരമല്ലാത്ത പാപമാണ് ചെയ്യുന്നതെങ്കിൽ അവന് വേണ്ടി അപേക്ഷിക്കാം, ദൈവം അവന് തീർച്ചയായിട്ടും അവനെ രക്ഷിക്കും, അവന് ജീവൻ കൊടുക്കും. എന്നാൽ മരണകരമായ പാപമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം അവന് ജീവൻ കൊടുക്കില്ല എന്നവിടെ എഴുതിയിട്ടില്ല. അവന് വേണ്ടി അപേക്ഷിക്കരുത് എന്നും എഴുതിയിട്ടില്ല.
അങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് ബൈബിൾ വായിക്കുന്നത്. ഒന്നും കൂടെ വായിച്ചു നോക്കി, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. മരണകരമായ പാപം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ലെന്നോ അവർ പിന്നെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ലെന്നോ മരണകരമായ പാപങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുകയില്ല എന്നൊന്നും അതിനർത്ഥമില്ല. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ 5-ാം അധ്യായം പഠിച്ചപ്പോൾ വ്യഭിചാരം ചെയ്ത് അപ്പന്റെ ഭാര്യയുടെ കൂടെ നടന്ന ഒരാളെ കുറിച്ച് നമ്മൾ വായിച്ചായിരുന്നു. പൗലോസ് എന്താ പറയുന്നത്? അവനുവേണ്ടി അപേക്ഷിക്കുകയല്ല ചെയ്തത്. കർത്താവ് അവനെ രക്ഷിക്കണേ, മാനസാന്തരം കൊടുക്കണേ, അപേക്ഷിക്കുകയല്ല ചെയ്തത്. പുറത്താക്കി സാത്താനെ ഏൽപ്പിക്കുകയോ ചെയ്തത്. അപ്പോൾ കഠിനമായ പാപങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുന്നതല്ല അവിടുത്തെ പ്രശ്നം, അവന്റെ ജഡം തകർക്കപ്പെടുന്നതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ ശരിക്കും ജഡം തകർക്കപ്പെടാൻ വേണ്ടി പൗലോസ് എന്താ ചെയ്യുന്നത്? ജഡം തകർക്കപ്പെടാൻ വേണ്ടി അവനെ സാത്താനെ ഏൽപ്പിക്കാനാവും. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവന് വേണ്ടി? കാണുന്നില്ല. പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രാർത്ഥിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അവിടെ ശരിക്കും ചെയ്യുന്നത് അവനെ സാത്താനെ ഏൽപ്പിക്കുകയോ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? അവന്റെ ആത്മാവ് അന്ത്യകാലത്ത് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ഒരുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപം ചെയ്യും, മരണകരമായ പാപം ചെയ്യും. മരണകരമായ പാപം അതെന്താന്നുള്ളത് നമുക്ക് പതുക്കെ അങ്ങോട്ട് വരാം. അവനുവേണ്ടി അപേക്ഷിക്കരുതെന്നല്ല, അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. അതായിരിക്കില്ല ചിലപ്പോൾ സഭ കാണുന്ന ഒരു സൊല്യൂഷൻ. അപ്പൊ സഭ കാണുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്നത്, നമ്മളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പലതരത്തിലും എങ്ങനെ അത് പറയാ, പല അനീതികളും നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലുണ്ട്, ജനം മരിക്കുന്നവരെ. അപ്പൊ ഞാൻ അടുത്ത സഹോദരനോട് പ്രാർത്ഥിക്കുന്ന സഹോദരൻ ചേസ് പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നു, കർത്താവെ കുറെ കുഴപ്പങ്ങൾ അയാൾക്കുണ്ട്, അയാൾക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കർത്താവെ അത് ശരിയാക്കി കൊടുക്കണേ, ഒരു കുഴപ്പമില്ല. പക്ഷെ മരണകരമായ പാപം ഞാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, അതല്ല അതിന്റെ വഴി. അത് ശരിക്കും ഞാൻ തകർക്കപ്പെടണം, ബ്രോക്കണാണ്. അവിടെ പോലീസുകാരൻ്റെ ഇടി ചിലപ്പോൾ ഞാൻ കൊള്ളേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സാത്താനെ ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ ദുരിതങ്ങൾ അനുഭവിച്ച് ജഡത്തിന് പാപം ചെയ്യാനുള്ള ശക്തി തകർക്കപ്പെടേണ്ടി വരും. അതല്ലാതെ അവർക്ക് വേണ്ടി അപേക്ഷിക്കരുത്, അവരെ കൈവിടണം എന്നുള്ള വാക്കല്ല അവിടെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും യോഹന്നാന് പറയാൻ കഴിയില്ല. കാരണം ഗോഡ് ഈസ് ലവ് എവറി ടൈം. എത്ര വലിയ കൊടിയ പാപം ചെയ്തവരെയും നീ പോടാ, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നില്ല. എപ്പോഴും അടുത്തേക്ക് വിളിക്കുന്ന അപ്പനെയാണ് നമ്മൾ ഈ വേദപുസ്തകം മുഴുവൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യോഹന്നാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കരുത് എന്ന് ഓർഡർ ഇടുകയല്ല ചെയ്യുന്നത്, അപേക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നാണ് പറഞ്ഞു. കാരണം അങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയാൽ ഒരു കോംപ്ലേസൻസി ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും എന്ത് പാപം ചെയ്താലും ദൈവത്തിന് കുഴപ്പമില്ല എന്നൊരു ചിന്തയിലേക്ക് വരും. അപേക്ഷിച്ചാൽ പിന്നെ കർത്താവ് ക്ഷമിക്കുമല്ലോ, അങ്ങനെ ചിന്തയിലേക്ക് വരും. അങ്ങനത്തെ ചിന്തയിലേക്ക് വന്നാൽ നമ്മളിലെല്ലാം ഈ പാപത്തെക്കുറിച്ചൊരു ലാക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈസി ആയിട്ട് ഈ പാപങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടുത്തെ 1 കൊരിന്ത്യർ ലേഖനത്തിലുള്ള സൊല്യൂഷൻ. സാത്താനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അത് സമൂഹത്തിൽ പോലും അനുവദിക്കാത്ത പാപങ്ങൾ. അതായത് നമ്മളൊരു അവിശ്വാസിയോട് പറയുമ്പോൾ അവനത് പാപമാണെന്ന് മനസ്സിലാകുന്ന തരം പാപങ്ങൾ. അതായത് ക്രിസ്ത്യാനിയായിരുന്നിട്ട് അവനത് ചെയ്തല്ലോ എന്ന് പറയത്തക്ക രീതിയിലുള്ള പാപങ്ങൾ ചെയ്യുന്ന ഒരാളെ സഭയ്ക്കകത്ത് വെച്ചല്ല, കാരണം അത് വെളിയിൽ ഡിസിപ്ലിൻ ചെയ്യപ്പെടേണ്ട ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും മരണകരമായ പാപം? ഈ മരണകരമായ പാപം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞനുസരിച്ച് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്നാണ്. അതൊരു കാര്യമാണ്. 2, പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുന്നത് ഏതു പാപവും ശരീരത്തിനകത്താണ്, എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന പാപം ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന പാപം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണ്. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം ദൈവത്തിന്റെ മന്ദിരത്തിനുള്ള ഒരു ഇൻസൾട്ടാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ അവനും നശിപ്പിക്കും. അപ്പൊ അത് അവിടെ ഒരു ഗൗരവമായ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ആ ഗൗരവമായ പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ അവൻ നശിപ്പിക്കും. അപ്പം വ്യഭിചാരം എന്ന് പറയുന്ന പാപം മരണകരമായൊരു, അതായത് ദൈവത്തിന്റെ കൈയാൽ തകർക്കപ്പെടാൻ പറ്റുന്ന ഒരു പാപമാണ് എന്നാണ് കൊരിന്ത്യ ലേഖനം വായിക്കുക നമ്മൾ. പ്രിയ സഹോദരങ്ങൾ, ഇത് വിശ്വാസികൾ വളരെ വളരെ പ്രധാനമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ വ്യഭിചാരമൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാലും പലപ്പോഴും നമ്മൾ ലാഘവത്തോടെടുക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന് വളരെ ക്രോധമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്ലോറിയെ വയലേറ്റ് ചെയ്യുന്ന, പുതിയ നിയമത്തിൽ ഗ്ലോറിയെ വയലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കൊലപാതകത്തെക്കാളും ഗൗരവമാണ് വ്യഭിചാരം, അഡൾട്ടറി എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഒരു ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കുന്ന പോലെയാണ് ഭാര്യയല്ലാത്ത, ദൈവത്താൽ കയ്യേൽപ്പിക്കപ്പെടാത്ത ഒരു സ്ത്രീയോട് കൂടിയോ ദൈവത്താൽ കയ്യേൽപ്പിക്കപ്പെടാത്ത ഒരു പുരുഷനോട് കൂടിയോ ശയിക്കുന്നത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണ്. ആ പാപം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന, കർത്താവ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ തേജസ് നാളെ ഇറങ്ങി വരേണ്ട ശരീരം കൊണ്ട് ചെയ്യുന്ന ഘോരമായ അപരാധമാണ് വ്യഭിചാരം. അതും ശരീരത്തെ തകർക്കുന്ന പാപമായിട്ട് നമുക്കൊന്നും വരുന്നില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത്, അത് നമുക്ക് ശരിക്കും കർത്താവ് പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്ന യഹൂദന്മാരോടാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടും അവരുടെ ഉള്ളിൽ ബോധ്യം കൊടുത്തിട്ടും, ദൈവം ബോധ്യം കൊടുത്തിട്ടും അവരതിനോട് റിബല് ചെയ്തു. കാരണം അവരുടെ മതം അവർക്ക് വളരെ പ്രധാനമായിരുന്നു. നമുക്ക് പല കാര്യങ്ങളും കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മതവും വ്യവസ്ഥകളും അതിനേക്കാളും പ്രധാനമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആത്മാവിന്റെ ശബ്ദങ്ങളെ അവഗണിക്കാറുണ്ട്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അത് യേശു ക്രിസ്തുവിനെ, പുത്രനെ തന്നെ നിഷേധിക്കുന്ന ഒരു പാപമായിട്ടാണ് അത് മാറിയത്. ദൈവത്താൽ അയക്കപ്പെട്ടവനെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ പലപ്പോഴും സ്പാർക്ക് ചെയ്തിട്ടും അവരവരുടെ പാപത്തിൽ റിബൽ ചെയ്തപ്പോഴാണ് കർത്താവ് പറയുന്ന മരണകരമായ പാപമാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇത്രയും ബോധ്യം വന്നിട്ടും നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആർഗ്യുമെന്റ് അനേകരെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. മരണകരമായ പാപമായിട്ട് അവർക്കത് മാറി. അതുപോലെ തന്നെ എബ്രായ ലേഖനം 25-ാം അധ്യായത്തിലേക്ക് വരും. 10-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. അവിടെ കാണുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ശരിക്കും 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ പറയുന്നത് ഇങ്ങനെയാണ്: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന പാപം എന്തൊക്കെയാണ്? 28-ാം വാക്യത്തിൽ പറയുന്ന പാപം മോശയുടെ 29-ാം വാക്യത്തിൽ ആ പാപങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കാണും. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷാവിധിക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇത് മൂന്നും? ഈ 3 പാപങ്ങളെ നമ്മൾ അതിമാരക പാപങ്ങളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന പാപങ്ങളാണ്. മരണകരമായ പാപം. ഇതും സത്യം പറഞ്ഞ ആത്മാവിനെതിരെയുള്ള പാപത്തിന്റെ ഭാഗമാണ്. ഇതല്ല ഈ 3. അപ്പൊ ദൈവാത്മാവിനെതിരെയുള്ള മനുഷ്യന്റെ റിബല്യൻ, മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത് ആത്മാവിനെതിരെയുള്ള പാപങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ വിശദീകരണമാണ് ശരിക്കും എബ്രായ ലേഖനം 10-ന്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ദൈവപുത്രനെ ചവിട്ടിക്കളയും. ഇത് ശരിക്കും നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യഹൂദന്മാരുടെ വ്യവസ്ഥയും യേശു ക്രിസ്തുവിലുള്ള ഏകയാഗത്താലുള്ള വിശുദ്ധീകരണത്തിന്റെ വ്യവസ്ഥയെ കുറിച്ചുള്ള താരതമ്യമാണ് നമ്മൾ എബ്രായ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. അല്ലെ? എബ്രായ ലേഖനത്തിന്റെ 10-ന്റെ 14 എന്താ പറയുന്നത്? അവൻ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും. അതിനു മുമ്പ് പറയുന്നുണ്ട്, പുരോഹിതന്മാർ എല്ലാ ദിവസവും എല്ലാ വർഷവും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഗങ്ങളാൽ ഒരിക്കലും പൂർത്തി വരുന്നില്ല. അപ്പോൾ അങ്ങനെ പൂർത്തി വരുന്നില്ല എന്നിട്ട് കർത്താവ് പറയാണ്, പൗലോസ് പറയാണ്, എബ്രായ ലേഖന കർത്താവ് പറയാണ്,
നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ, അപ്പൊ ഒത്തിരി എബ്രായ പീഡനങ്ങൾ വന്നുകൊണ്ട് ആളുകൾക്ക് തിരിച്ച് എബ്രായ മതത്തിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നവര്? ഇപ്പം നിങ്ങൾ ഞാൻ തിരിച്ച് യാക്കോബ പള്ളിയിലോട്ട് പോയാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ തിരിച്ച് ഓർത്തഡോക്സ് പള്ളിയിലോട്ട് പോയാൽ, ഞാൻ വിശ്വാസിയായിരുന്ന യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു, അവന്റെ യാഗം എന്നെ എന്നേക്കുമായി വിടുവിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച ശേഷം, വിശ്വസിക്കുന്നതായി അഭിനയിച്ച ശേഷം, അല്ല വിശ്വസിച്ച് ഞാൻ എന്നെ തന്നെ വിചാരിച്ചു, ഞാൻ നേരെ തിരിഞ്ഞ് യാക്കോബ പള്ളിയിൽ പോയി കുർബാന എടുക്കുമ്പം എൻ്റെ ഉള്ളിൽ എന്താ ഞാൻ പറയുന്നറിയോ? പാപമോചനത്തിനായുള്ള കുർബാന ഞാൻ വീണ്ടും എടുക്കുക. പാപമോചനത്തിന് വേണ്ടി കുർബാന തരുന്നു. കുമ്പസാരിച്ച് പാപങ്ങൾ മോചിച്ചിട്ടാണ് കുർബാന എടുക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അത് നമ്മൾ അതിനകത്ത് പങ്കാളിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് മതിയായില്ലെന്ന്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന യാഗങ്ങൾ എനിക്ക് പാപപരിഹാരത്തിന് ആവശ്യമാണ്. അവന്റെ രക്തം എനിക്കൊന്നും ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ അച്ഛന്മാരർപ്പിക്കുന്ന പാനീയയാഗങ്ങളാണ് എൻ്റെ പാപങ്ങളെ മാറ്റുന്നതെന്നും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സത്യത്തിൽ എന്താ ചെയ്തത്? എന്നെ എന്നേക്കുമായി രക്ഷിച്ച നിയമരക്തത്തെ ഞാൻ വിലയില്ലാതാക്കുക ചെയ്തു. അപ്പോൾ ഇത് പിന്മാറ്റത്തെ സംബന്ധിക്കുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അബാൻഡനിങ് ദ ലോർഡ്. അതെങ്ങനെ അബാൻഡൻ ചെയ്യുന്നത്? കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് വെച്ച നിയമരക്തത്താലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം, ആത്മാവിനാലുള്ള വിശുദ്ധീകരണം, ഇത് ബോധ്യപ്പെട്ട ഒരാള് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടാൽ പോലും, ചിലപ്പോൾ മിക്കവാറും ഇതിനകത്തൊന്ന് ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ആ ബുദ്ധി മനസ്സിലായി ഇതിങ്ങനെയാണ് എന്ന് പിടികിട്ടി. പക്ഷെ എന്നിട്ടും തിരിച്ചുപോയി കുർബാന അർപ്പിക്കുമ്പം ഞാൻ എന്താ പറയുന്നറിയാം? വീണ്ടും യാഗം ആവശ്യമാണ്. കുർബാന എന്ന് പറഞ്ഞാൽ യാഗം നടത്തും. വീണ്ടും യാഗം ആവശ്യമാണ്. എൻ്റെ പാപങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാൻ ബാക്കിയുണ്ട്. അത് അടുത്ത ആഴ്ച കുമ്പസാരിക്കുമ്പോൾ പരിഹരിച്ചോളൂ. യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അതുപോലെ വീണ്ടും പഴയ നിയമ യാഗങ്ങളിലേക്ക് പോകും. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. പഴയ നിയമ യാഗങ്ങളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ. എന്തില്ല? പാപങ്ങൾക്ക് പരിഹാരം ഒരു നാളിലും വരുന്നില്ല. അപ്പൊ ഇതെല്ലാം മരണകരമായ പിന്മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നൊരു കമാൻഡ്മെന്റ് ഇല്ല. ഒരു തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥിക്കരുന്ന ഒരു കമാൻഡ്മെന്റ് ഇല്ല. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ്. മരണകരമായ ഏതു പാപങ്ങളിൽ നിന്നും നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിന്റെ രക്തത്തിന് എന്നും കഴിയും. അത് നിത്യതയോളം നമ്മോട് സംസാരിക്കുന്ന വിശുദ്ധ രക്തമാകയാൽ നമ്മളെ രക്ഷിക്കാൻ കഴിയാതെ പോവുകയില്ല. നമ്മളെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവന് കഴിവുണ്ട്. അവനത് ചെയ്യുവാൻ പറ്റുന്നവനാണ്. ഓക്കെ. അപ്പോൾ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ വഴി അപേക്ഷിക്കുക എന്നുള്ളതായിരിക്കില്ല. അതിന് ചർച്ചിന്റെ ഒരു ഡിസിപ്ലിനിങ് ആവശ്യമായിരിക്കാം. അതിന് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ആവശ്യമായിരിക്കും. ഒരു ബ്രോക്കൺനെസ് ആവശ്യമായിരിക്കും അവന്. അത് നമുക്ക് അറിയില്ല. അത് എന്ത് എമൗണ്ടിലാണ്, എങ്ങനെയാണ് അത് വരേണ്ടത്, അവൻ എങ്ങനെയാണ് കർത്താവ് തിരിച്ചെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. മേ ബി ഹി മേ ഹാവ് ടു ബെയർ മോർ പണിഷ്മെന്റ്സ്. നമുക്കതിനെക്കുറിച്ചൊന്നും വ്യക്തമല്ല. ഇത്രയും മാത്രം നമുക്കറിയാം. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കർത്താവിന്റെ ആ രക്ഷയെ കരുതിക്കൊള്ളുക. അത് ചാടിപ്പോകുന്നുള്ളതുകൊണ്ടല്ല, ഇത് ഇത്ര പ്രഷ്യസ് ആയതുകൊണ്ട്. നമ്മുടെ കയ്യിലല്ല ഇതിരിക്കുന്നത്, കർത്താവിന്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ ധൈര്യത്തോടെ ഉറ്റുനോക്കുന്ന ആ പ്രത്യാശ നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം അത് അവൻ നമുക്ക് നൽകിയതാണ്. ആത്മാവിന്റെ ഉറപ്പോടുകൂടി, സാക്ഷ്യത്തോടുകൂടി നമ്മളെ വരമേൽപ്പിച്ചതാണ്. പക്ഷെ നമ്മുടെ കയ്യിലല്ല ഇതിരിക്കുന്നത്, അത് കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം.